ഇന്നത്തെ മോർണിംഗ് നമുക്കിവിടെ മൂന്നാർ ടോപ്പ് സ്റ്റേഷനിലാണ്. ഇന്നലെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒന്ന് പുറത്തു പോയിരുന്നു. തിരിച്ചു വരുമ്പോൾ വെളുപ്പിന് 2:30-3 മണിയായി. പിന്നെ ഇതപ്പോൾ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ഒന്ന് മാറി പുറത്തോട്ട് ഇറങ്ങിയതാണ്. അവിടെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവർ റെഡി ആയിട്ട് വേണം നമുക്ക് നേരത്തെ തന്നെ വ്യൂ പോയിന്റിലോട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ടോപ്പ് സ്റ്റേഷൻ. അതിൻ്റെ താഴെയാണ് നമുക്കുള്ളത്. ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ നടക്കാനുണ്ട്. പിന്നെ ഇപ്പോൾ അവർ റെഡി ആയി വന്ന ശേഷം നമുക്കിനി അങ്ങോട്ട് പോവാം. ഒരു രാവിലെ തന്നെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നടക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എല്ലാവരും കൊണ്ട് നമുക്കിനി അങ്ങോട്ട് പോവാം. എന്നിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ നടന്ന് നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. വരുന്ന വഴിയിൽ കുറച്ച് ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് ഇനി വ്യൂ പോയിന്റിലോട്ട് പോകാമെന്ന് കരുതി അങ്ങോട്ട് നടക്കുകയാണ്. ഷോപ്പൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. നമ്മൾ തന്നെയാണ് ഫസ്റ്റ്. ഇവിടെ വേറെ ആരും കാണുന്നില്ല തോന്നുന്നു. ഞാൻ പിന്നെ പറഞ്ഞില്ലേ, 1 വർഷത്തിന് ശേഷമാണ് പിന്നെ വരുന്നത്. ഇവിടെ എന്തെങ്കിലും പുതിയതായിട്ട് വല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാറിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തു കൂടിയാണ്. എന്ന് വെച്ചാൽ സമുദ്രനിരപ്പിൽ നിന്ന് 1700 മീറ്റർ മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു വാച്ച് ടവർ വരുന്നുണ്ട് വ്യൂ പോയിൻ്റ് അവിടെ തന്നെ. ഇവിടെ ഒരാൾക്ക് 20 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുളുക്കുമല കാണാൻ പറ്റും. അതുപോലെ തന്നെ തേനി, കമ്പം, അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തേനിയുടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ നിന്ന് കുറച്ചും കൂടി താഴോട്ട് നടന്നു പോകാനുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ നേരെ താഴോട്ടാണ് പോകുന്നത്. എല്ലാവരും പുറകുണ്ട്. അളിയനും അജിയേട്ടനും കൂടി മുന്നിൽ പോയിട്ടുണ്ട്. അപ്പോൾ താഴെ നമുക്ക് ഒരു അടിപൊളി വ്യൂ ആണ്. നമുക്ക് എല്ലാവരും ആരും മിസ് ചെയ്യരുത്, മിസ് ചെയ്യാതെ കാണണം. ഇവിടെ നമ്മുടെ ഫാമിലി അല്ലാത്ത വേറെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മളിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. നമുക്ക് പകുതി വരെ ഇറങ്ങി വരാൻ പറ്റിയില്ല. അതുകൊണ്ട് താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റിയില്ല. ഇവിടെ മൊത്തത്തിൽ എല്ലാം ലോക്ക് ചെയ്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ക്ലോസ് ചെയ്തായിരിക്കും. ഇവിടെ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴോട്ടൊന്നും ഇറങ്ങിപ്പോകാനൊന്നും നോക്കിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ വരെ നിന്നു. ഇനിയിപ്പോൾ ഇതിന് മുന്നേ ഞാൻ പോയ സമയത്തുള്ള വീഡിയോ ഞാൻ എന്തായാലും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഏകദേശം 1 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. രാവിലെ തന്നെ നടത്തിച്ചല്ലേ. അപ്പോൾ നമ്മൾ ഇനി അവിടെ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വട്ടവടയിലോട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അവിടെ പോകുന്നു, കഴിക്കുന്നു, എല്ലാവരോടും യാത്ര പറയുന്നു, നേരെ ഇറങ്ങുന്നു. അങ്ങനെ നമ്മൾ അവിടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് നമുക്ക് വട്ടവടയിലോട്ട് 10 കിലോമീറ്റർ ഉണ്ട്. അതിന് പിന്നെ നമുക്ക് 2 ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ. ഒന്ന് പാമ്പാടും ചോല നാഷണൽ പാർക്കിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ വണ്ടി നമ്പറും പേരും കൊടുക്കണം. അങ്ങനെ നമ്മളിവിടെ ചെക്ക് പോസ്റ്റിൽ വണ്ടി ഡീറ്റെയിൽസും അതേപോലെ പേരും കൊടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തരും. പോകുന്ന വഴിയിൽ വണ്ടി നിർത്താനോ ഇറങ്ങി ഫോട്ടോ എടുക്കാനോ പാടില്ല എന്നൊക്കെ പറയും. അതൊക്കെ നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഈ വട്ടവടയ്ക്ക് പോകുന്ന ഈ ഒരു റൂട്ടുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വഴിയാണ്. കാരണം ഈ ഒരു ചെറിയൊരു കാടും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പുൽമേടും. സത്യത്തിൽ നമുക്ക് അവിടെ വണ്ടി നിർത്തി ഒരു ഫോട്ടോ എടുത്താലോ എന്നൊക്കെ തോന്നും. പക്ഷെ വണ്ടി നിർത്താൻ പാടില്ല. പിന്നെ നമ്മുടെ സേഫ്റ്റിയെ കരുതി ആയിരിക്കാം
ഈ റൂട്ടിൽ പിന്നെ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അതായിരിക്കാം വണ്ടി ഒന്ന് നിർത്തരുത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് പാമ്പാടിച്ചോല നാഷണൽ പാർക്കാണ്. ഇവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ട്രെയിനിങ് ക്യാമ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫോറസ്റ്റിൻ്റെ തന്നെ കോട്ടേജുകൾ അവൈലബിൾ ആണ്. നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇറങ്ങി നടക്കാനും ഇവിടെ ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റും. അല്ലാതെ നമുക്ക് ഈ വഴി പോകുന്ന സമയത്ത് വണ്ടി നിർത്താനോ ഇറങ്ങി ഫോട്ടോസ് എടുക്കാനോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഭയങ്കര ഭംഗിയുള്ള ഒരു പുൽമേടൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെയാണ്. കണ്ടില്ലേ? എങ്ങനെയുണ്ട്? നിങ്ങൾക്കും തോന്നിയോ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന്? ഞാൻ പറഞ്ഞ ഈ കാടും ഈ പുൽമേടും ഇത് കഴിഞ്ഞ് അടുത്തൊരു സ്പോട്ട് വരുന്നത് എങ്ങനെ അറിയോ? 2 സൈഡും ഈ യൂക്കാലിസ് മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുക. അതിൻ്റെ നടുവിലൂടെ നമ്മൾ പോവുക. ഭയങ്കര ഭംഗിയുണ്ട്. ഒന്ന് കണ്ടു നോക്കും നിങ്ങളെല്ലാവരും. കാക്കയ്ക്ക് കൂട് കൂട്ടാനും കണ്ടു. എല്ലാവരും ഹാപ്പി അല്ലേ? അവരുവാ എല്ലാവരും. നമ്മളിങ്ങോട്ട് ഇന്നലെ വരുന്ന വഴിയിൽ ലാസ്റ്റ് അവസാനമായിട്ട് കയറിയ നമ്മൾ എക്കോ പോയിന്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ ഈ വീഡിയോ ഉൾപ്പെടുത്താൻ വിട്ടുപോയിരുന്നു. പക്ഷെ നമ്മുടെ എക്കോ പോയിന്റ് വന്നിരുന്നു. പക്ഷെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ബോട്ടിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. റഷ്യനാണല്ലോ. മൂന്നാറിൽ നിന്നും മറയൂർ പോകുന്ന വഴി തന്നെ ഒരു വാട്ടർഫാൾസും കൂടി ഉണ്ട്. എരവിക്കുളം നാഷണൽ പാർക്കിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ് ലക്കം വാട്ടർഫാൾസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാട്ടർഫാൾസിൽ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്കിവിടെ ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് 50 രൂപയെന്നാണ് പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പോയി നോക്കിയിട്ട് വരാം എങ്ങനെയുണ്ടെന്ന്. ഓല അതെടുത്തെടുത്ത് കിടക്കും. ഇവിടെ അടിപൊളി വാട്ടർഫാൾസ് ഉണ്ട്. എന്തായാലും എങ്ങനെയുണ്ട് നോക്കാം. ഭാഗ്യമുണ്ട് നമുക്ക് ഒരു വാട്ടർഫാൾസ് വലുത് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇവിടെയാണ് ഇറങ്ങാമെന്ന് പറഞ്ഞത് നമ്മൾ. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഇവിടെ എല്ലാവരും കുളിക്കുന്നുണ്ട്, കുഴപ്പമില്ല, സേഫാണ്. ചെറുതാണ്, ഒരുപാട് കണ്ടില്ലേ, ഇടുപ്പിൻ്റെ ഹൈറ്റേ വരുന്നുള്ളൂ വെള്ളമൊക്കെ. നമുക്ക് ഇങ്ങോട്ട് നോക്കാം.
കൊഴുപ്പുള്ളത് തണുപ്പ് കൂടുതലാണ്. വെള്ളം കൂടുതൽ തോന്നുന്നില്ലേ ഇല്ലേ വന്നതിനേക്കാളും വെള്ളം കൂടുതലാണ്. ഇപ്പുറത്തുള്ള വെള്ളം കൂടുതൽ വരും. അതൊന്ന് നോക്ക്. അപ്പൊ ഇത്തിരി വരുന്നുള്ളൂ കേട്ടാ. ഫോൾസ് അതാ എന്താ വെള്ളം കൂടും. ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞില്ലേ? ഇവിടെ കഴിഞ്ഞ സമയമുണ്ടല്ലോ ഇനിയപ്പോ 3. നല്ല രീതിയിലുള്ള ഒഴുക്കുണ്ടായിരുന്നു. അതിനെ കുളിക്കാൻ ഞാൻ മാത്രമല്ലേ ഇറങ്ങിയുള്ളൂ, വേറെ ആരും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ഞാനങ്ങോട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പോകുന്ന വഴിയിൽ ഒരാളെ കണ്ടു കേട്ടാ. മൂപ്പറിൻ്റെ അടുത്ത് പിന്നെ ഒരു ഹായൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ വീണ്ടും യാത്ര തുടരുകയാണ്. പിന്നെ മറയൂർ കഴിഞ്ഞ് ഉടുമൽപേട്ട് എത്തുന്ന മുന്നേ ഒരു 25-30 കിലോമീറ്റർ ഉണ്ട്. അത് ഫുള്ള് കാട്ടിലൂടെയുള്ളൊരു യാത്രയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ. പിന്നെ ചെറിയച്ഛൻ പറഞ്ഞു ഉടുമൽപേട്ട എത്തുന്നതിന് മുന്നായിട്ട് ഒരു ഡാമും കൂടി ഉണ്ട്, തിരുമൂർത്തി ഡാം. നമുക്കൊന്ന് പിന്നെ അവിടെയും കൂടി കയറിയാലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് പോകാമല്ലോ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ആണോ? ഇവിടുത്തെ അമ്പലം എങ്ങനെയുണ്ട്? ഡാം കണ്ടു കഴിഞ്ഞു പറഞ്ഞു ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററിലെന്നാണ് പറഞ്ഞത്. അളിയനും അതേപോലെ ചെറിയച്ഛനും പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് കരുതുമ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ആ പുലിയൊക്കെ ഇറങ്ങുന്നു. ഇതാണ് നമ്മൾ ജയൻ രവി മൂവിയിൽ മറ്റേ നായിക ചിലങ്ക കെട്ടി നടക്കില്ല, അമ്പലത്തിൽ ചുറ്റി നടക്കുന്നത്. അത് ഈ വഴിയാണ്. ആ സൂപ്പറായിട്ടില്ലേ? ഓക്കെ ആയിക്കോട്ടെ. വെള്ളം പോലും ആഹാ കാലൊക്കെ നനഞ്ഞു. ആ ഓ അടിപൊളി പ്ലേസ് അല്ലേ? ഞാനും ആദ്യമായിട്ടാണ്. ഈ ഒരു അമ്പലം വരുന്നത് തിരുമൂർത്തി മലയിലാണ്. അതുപോലെ തന്നെ ഈ ഒരു പാറ കണ്ടോ, ഇതിൻ്റെ നടുവ് ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം ഷൂട്ടിംഗ് നടന്ന ഒരു അമ്പലം കൂടിയാണിത്. പിന്നെ ഇതിന് പുറകിലൊരു ഹിൽസൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ട് ഒരു വൈകുന്നേരം 5 മണിക്ക് ശേഷം പിന്നെ അങ്ങോട്ട് കടത്തി വിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് കയറിപ്പോകാനൊന്നും സാധിച്ചില്ല. പിന്നെ നമ്മൾ ഈ അമ്പലം കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ്. നമ്മുടെ ഈ ഒരു യാത്ര ഇത്ര മനോഹരമായി തീർക്കാൻ വേണ്ടിയില്ലേ എനിക്കൊരു ബാക്ക് ബോണിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഒരാളുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു യാത്ര ഇത്ര അടിപൊളിയാക്കാൻ പറ്റിയത്.